എപ്പോഴും തുമ്മലും മൂക്കടപ്പും കാരണം ബുദ്ധിമുട്ടുകയാണോ? കൃത്യമായി മരുന്ന് കഴിച്ചിട്ടും നിങ്ങളുടെ അലർജി മാറുന്നില്ലേ? എങ്കിൽ പ്രശ്നം അലർജിയുടേതല്ല, മറിച്ച് നിങ്ങൾ ദിവസവും വരുത്തുന്ന ഈ 3 പ്രധാന തെറ്റുകളാകാം. തെറ്റ് നമ്പർ 1, മരുന്നുകൾ പാതി വഴിയിൽ നിർത്തുന്നത്. പലരും അലർജി മരുന്നുകൾ 2-3 ദിവസം മാത്രം ഉപയോഗിച്ച് അല്പം ആശ്വാസം കിട്ടുമ്പോൾ തന്നെ നിർത്താറുണ്ട്. എന്നാൽ അലർജി ഒരു സാധാരണ പനി പോലെയല്ല. മരുന്നുകൾ പെട്ടെന്ന് നിർത്തുന്നത് മൂക്കിനുള്ളിലെ നീർക്കെട്ട്, അതായത് ഇൻഫ്ലമേഷൻ, വീണ്ടും വരാൻ കാരണമാകും. ഇത് വീണ്ടും തുമ്മലിനും മൂക്കടപ്പിനും ഇടയാക്കുന്നു. പ്രത്യേകിച്ച് ഡോക്ടർ പറയുന്ന ഒരു കാലയളവ് വരെ കൃത്യമായി മരുന്ന് കഴിച്ചാൽ മാത്രമേ ഇതിന് പൂർണ്ണ ഫലം ലഭിക്കൂ. തെറ്റ് നമ്പർ 2, അലർജി ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളെ അവഗണിക്കരുത്. മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം തന്നെ അലർജിക്ക് കാരണമാകുന്ന കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് വളരെ പ്രധാനമാണ്. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തലയിണയിലെയും വിരിപ്പിലെയും പൊടി, ശക്തമായ പെർഫ്യൂമുകൾ, പുക, വളർത്തുമൃഗങ്ങളുടെ രോമം, പെട്ടെന്നുള്ള കാലാവസ്ഥാ വ്യതിയാനം. പലരും വീട് മൊത്തം വൃത്തിയാക്കുമെങ്കിലും ദിവസവും 7-8 മണിക്കൂർ ചിലവഴിക്കുന്ന കിടപ്പുമുറിയുടെ പൊടിപടലങ്ങൾ മാറ്റാൻ മറന്നു പോകാറുണ്ട്. ഇത് അലർജി മാറാതിരിക്കാൻ ഒരു പ്രധാന കാരണമാണ്. തെറ്റ് നമ്പർ 3, സ്വന്തം ഇഷ്ടപ്രകാരം മരുന്ന് കഴിക്കുന്നു, അതായത് സെൽഫ് മെഡിക്കേഷൻ. ലക്ഷണങ്ങൾ കാണുമ്പോൾ മാത്രം കടകളിൽ നിന്ന് കിട്ടുന്ന ഗുളികകൾ വാങ്ങി കഴിക്കുന്നത് താൽക്കാലിക ആശ്വാസം നൽകുമെങ്കിലും അസുഖം വേരോടെ മാറ്റില്ല. കൃത്യമായ ചികിത്സ ലഭിക്കാത്ത പക്ഷം അലർജി നിങ്ങളുടെ ഉറക്കത്തെയും ഏകാഗ്രതയെയും ശ്വസനത്തെയും വരെ ബാധിച്ചേക്കാം. അതുകൊണ്ട് എന്തിനോടാണ് നിങ്ങൾക്ക് അലർജി എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് ചികിത്സ നേടുകയാണ് വേണ്ടത്. നിങ്ങളുടെ അലർജി ഇടയ്ക്കിടെ വരുന്നുണ്ടെങ്കിൽ ലക്ഷണങ്ങളെ മാത്രം തടയാതെ ശരിയായ രീതിയിൽ ചികിത്സ തേടുക. ഈ തെറ്റുകൾ ഒഴിവാക്കുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ സേവ് ചെയ്യുക. എപ്പോഴും തുമ്മി ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക.